ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹാക്കർ ജെഡി. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലിനക്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എന്താണ് പറയുക, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു. ഈ സൈബർ സെക്യൂരിറ്റിയുടെ ഒരു ഫണ്ടമെന്റൽ ഉണ്ട്. നമുക്ക് വേണ്ട രണ്ട് പ്രീ റിക്വസ്റ്റ് ഉണ്ട്. ഈ രണ്ട് പ്രീ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലിനക്സും, രണ്ട് നെറ്റ്വർക്കിംഗ് ആണ്. നമ്മൾ നെറ്റ്വർക്കിങ്ങിനെ പറ്റി ബേസിക് ആയിട്ട് ഇന്റർനെറ്റ് എന്താണെന്നും അതിനുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞാൽ ലിനക്സിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ലിനക്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ലിനക്സ്? ലിനക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിനക്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്നാണ് പലരും പറയുന്നത്. പക്ഷെ അതൊരു തെറ്റായ കാര്യമാണ്. നമ്മളൊരു ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, ഒരു കേണൽ എന്ന് വിളിക്കാം. ലിനക്സിനെ നമ്മൾക്കൊരു കേണൽ എന്ന് വിളിക്കാം. ഈ നമുക്ക് കാളി ലിനക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഹാക്കിങ്ങും കാര്യങ്ങളും മുഴുവനും നമ്മൾ ചെയ്യുന്നത് കാളി ലിനക്സ് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിബ്യൂഷൻ വഴിയാണ്. ഓക്കെ, അതിന്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, കേണൽ എന്ന കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ അതൊരു ലിനക്സ് എന്ന് പറയാം. കേണൽ ഈസ് ദ ഹേർട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ മൊത്തത്തിൽ ബിൽഡ് ചെയ്ത ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. കേണലിന്റെ പുറത്താണ് നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. കേണൽ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറിന്റെയും ഹാർഡ്വെയറുമായൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് കേണൽ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ഞാൻ വൈഫൈ ഓണാക്കി. ഈ വൈഫൈ ഓണാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ ഈ കമ്പ്യൂട്ടറിന്റെ അകത്തുള്ള ഹാർഡ്വെയറിന്റെ അകത്ത് വൈഫൈ എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂൾ അവിടെ ഓൺ ആവുകയാണ്. ഇങ്ങനെ സോഫ്റ്റ്വെയർ ടു ഹാർഡ്വെയർ, ഹാർഡ്വെയർ ടു സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേഷൻ നടക്കണം. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ആളാണ് കേണൽ എന്ന് പറയുന്നത്. ഈ കേണൽ ഉണ്ടെങ്കിൽ മാത്രമേ സോഫ്റ്റ്വെയർ ടു ഹാർഡ്വെയർ, ഹാർഡ്വെയർ ടു സോഫ്റ്റ്വെയർ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരു കേണലാണ് ലിനക്സ് ടോർവേഡ്സ് ക്രിയേറ്റ് ചെയ്തത്. ഇദ്ദേഹം ഒരു ഹോബിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ ആ കാലഘട്ടത്തിൽ വളരെയധികം പോപ്പുലർ ആയ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു യുണിക്സ്. ഈ യുണിക്സിനെ കണ്ടിട്ടാണ് പിന്നീട് മിനിക്സ് ക്രിയേറ്റ് ചെയ്തത്. ഈ മിനിക്സ് അദ്ദേഹത്തിന് സൗകര്യം അനുസരിച്ച് അത് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ലിനക്സ് എന്ന കേണൽ പിന്നീട് ഇദ്ദേഹം ഉണ്ടാക്കുകയും അത് വളരെയധികം പോപ്പുലർ ആവുകയും ചെയ്തു. ലിനക്സ് ഇപ്പോൾ കൊമേഴ്ഷ്യലായിട്ടും പേഴ്സണലായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണ് പോലും ലിനക്സ് ബേസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. അതേപോലെ തന്നെ വളരെയധികം വലിയ ഭൂരിഭാഗം കമ്പനീസിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്ന സെർവറൊക്കെ ലിനക്സ് ബേസ്ഡ് ആണ്. അത് റെഡ് ഹാറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. ഇത് അന്നത്തെ ഒരു ഹോബിയായിട്ട് തുടങ്ങിയ ഒരു പ്രൊജക്ട് ഇന്നത് വളരെയധികം പോപ്പുലർ ആവുകയും ചെയ്തു. ഈ ലിനക്സ് ടോർവേഴ്സ് അന്ന് പേഴ്സണലായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ഇറക്കിയത്. പിന്നീട് അത് GNUയുടെ ഭാഗമായി. ഈ GNU എന്ന് പറഞ്ഞാൽ ജനറൽ പബ്ലിക് ലൈസൻസ് ആയിട്ട് അത് മാറി. ഈ GNU പിന്നെ GPLന്റെ ഒരു ഭാഗമായിട്ട് മാറുകയും ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഫ്രീ ആൻഡ് സോഴ്സ് സോഫ്റ്റ്വെയർ ആയി മാറിയത്. ഓക്കെ, പിന്നീട് ലോകത്തിന്റെ പല പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടുകയും അത് പിന്നീട് ലിനക്സിന്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവുകയും ആ ഡെവലപ്പർമാർ പുതിയ പുതിയ കോഡുകൾ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്ത് ഇത്തരത്തിൽ നമ്മളിപ്പോൾ കാണുന്ന രൂപത്തിൽ ഒരു ലിനക്സ് അഡ്വാൻസ് ലെവലായിട്ട് മാറുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ ലിനക്സിന്റെ റിലീസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1991 ഓക്കെ, എനിക്ക് തോന്നുന്നു 5 അപ്ഡേഷൻ വരെ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ ലിനക്സ് ഉപയോഗിച്ചാണ് ഈ കാളി ലിനക്സ് എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്തത്. ഇതേപോലെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതായത് ഡിബൈൻ, ഫെറോഡ, ആർച്ച് ലിനക്സ്, അങ്ങനെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഓക്കെ, ഈ ഉബുണ്ടു എന്ന് പറയുന്നതാണ് ഡിബൈന്റെ പുറത്താണ് ക്രിയേറ്റ് ചെയ്തത്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതേ ലിനക്സിൽ നിന്നും ക്രിയേറ്റ് ചെയ്തെടുത്താണ് ഡിബൈൻ. ഈ ഡിബൈനിൽ നിന്നും കസ്റ്റം ചെയ്തെടുത്താണ് ഉബുണ്ടു. അതിൽ നിന്നാണ് കാളി ലിനക്സ്, പാരറ്റ് OS, അങ്ങനെ കുറെ അധികം കസ്റ്റം ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ശരിക്കും ഫ്രീ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വിൻഡോസിൽ നമുക്ക് ഇതുപോലെ കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ല, അത് ക്ലോസ്ഡ് ആണ്.
ഓക്കെ, അതേപോലെയാണ് മാക് OSും, അതും കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ലിനക്സും, ശരിക്കും പറഞ്ഞാൽ ഈ ലിനക്സും ഈ മാക്കും തമ്മിലൊരു ഒരു സിമിലാരിറ്റി ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഈ മാക് OS എന്ന് പറഞ്ഞത് BSD ആണ്. BSD എന്ന് പറഞ്ഞാൽ ബെർക്ക്ലി സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. BSD ഉപയോഗിച്ചാണ് യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യം വളരെയധികം പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു യൂണിക്സ് കണ്ട് ക്രിയേറ്റ് ചെയ്താണ് മിനിക്സ് പിന്നീട് സ്റ്റോറേഴ്സിന് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പുതിയ ലിനക്സ് കേണൽ എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ BSDയിൽ നിന്നാണ് യുണിക്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലിനക്സിന്റെ പല പല കമാൻഡും ഈ മാക് OSൽ വർക്കാകും. എല്ലാ കമാൻഡും വർക്കാവണമെന്ന് ഞാൻ പറയുന്നില്ല, ചില കമാൻഡുകളൊക്കെ വർക്കാവും. ഇതേപോലെ ഒരുപാട് മില്യൺസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നിലവിൽ ഇപ്പോൾ ഉണ്ട്. ഇതേപോലെ എനിക്കും വേണമെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാം എന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എലമെന്ററി OS എന്ന് പറഞ്ഞൊരു OS ഉണ്ട്. ഓക്കെ, അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ റുപ്പി അനുസരിച്ച് 2000 രൂപയാണെന്ന് തോന്നുന്നു അതിന്റെ ഫീസ്. ഓക്കെ, ഈ എലമെന്ററി OSും വേറൊരാളുടെ ആവശ്യത്തിനനുസരിച്ച് അയാൾ ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണ് എലമെന്ററി OS. പിന്നീട് അദ്ദേഹം സെല്ല് ചെയ്യുകയും ചെയ്തു. ഈ മെത്തേഡിൽ എനിക്കും വേണമെങ്കിൽ എന്റെ ഇഷ്ടത്തിന് കസ്റ്റമൈസേഷൻ ചെയ്ത് എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നീട് അത് എനിക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. നാളെ മുതൽ നമ്മൾ ഹാക്കിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ കയറുകയാണ്. നമുക്ക് കാളി ലിനക്സ് എന്ന് പറഞ്ഞൊരു ടൂൾ, ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് നാളെ ഇടുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത് ഇത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി എന്ന് മനസ്സിലാകുന്നു.